ഹായ്, നമസ്കാരം. ഞാനിപ്പോ ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ. പക്ഷെ ഞാനിപ്പോ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ഡീപ്പായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ എല്ലാം കൂടി ഒറ്റ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ഥിരമായിട്ട് വീഡിയോ ആയിട്ട് ഇവിടെ ഉണ്ടാവുമെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് അത് ബോറടി ആയിരിക്കും, പറയുന്ന എനിക്കും ഞാൻ എവിടെയാ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. ഇതൊന്നും അറിയാതെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നീ ആരാ ഇവിടെ ഇത് ചെയ്യാൻ, നീ ആരാ പോസ്റ്റ് കൊണ്ട് ഇവിടെ ഇടാൻ, നീ ആരാണ് എന്റെ ഫോണിൽ കൊണ്ടുപോയിട്ട് ഇട്ട, എന്റെ ഫോണിൽ കണ്ടാ ഞാൻ പറയും എന്നൊക്കെ ഓരോ കമന്റ്സ് നമ്മൾ വായിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നവരോടും അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്തിനോടും ഏത് ഭാഷയിലും സംസാരിക്കാം എന്ന് ഉദ്ദേശിക്കുന്നവരോടും പറയാനുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെറ്റ ആയാലും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെയാണ്, ഗൂഗിൾ ആയാലും ഇതിന് രണ്ടിനും വ്യത്യസ്ത നിയമങ്ങളുണ്ട്. ഈ വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഓരോ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോ നിങ്ങൾ മെയിനായിട്ട് പറയുന്ന കാര്യം, നിങ്ങൾ ഓരോ പോസ്റ്റിനെയും വിമർശിക്കുന്നതിന്റെ ഏറ്റവും മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നു. അതായത് ഈ നെഞ്ചിന്റെ കുറച്ച് ഭാഗം കാണുന്ന ഫോട്ടോയോ വീഡിയോയോ അല്ലെങ്കിൽ വയറിന്റെ ഭാഗം കാണുന്ന വീഡിയോയോ ഫോട്ടോയോ ഒക്കെ കാണുമ്പോൾ ആൾക്കാര് ഈ കമന്റ്സ് ആയിട്ട് വരും, ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നു, തുണി അഴിച്ചിട്ട് ആടുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ന്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ന്യൂഡിറ്റി അല്ല മെറ്റയുടെയും ഗൂഗിളിന്റെയും ന്യൂഡിറ്റി. ന്യൂഡിറ്റി, നഗ്നത എന്നാൽ എന്താണെന്ന് വ്യക്തമായിട്ടും അവർക്ക് മാനദണ്ഡമുണ്ട്. അവരുടെ അൽഗോരിതം അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂഡിറ്റി ആണ് അല്ലെങ്കിൽ നിങ്ങൾ നഗ്നതാ പ്രദർശനമാണ് എന്ന് കരുതുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങളൊന്ന് റിപ്പോർട്ട് അടിച്ചു നോക്കുക. അത് സ്പോട്ടിൽ റിമൂവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ ഫോട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ മെറ്റയുടെ അല്ലെങ്കിൽ യൂട്യൂബിന്റെ നിയമത്തിന് വിരുദ്ധമാണ്. അതല്ലാത്തിടത്തോളം കാലം അത് ന്യൂഡിറ്റി ആയിട്ട് മെറ്റയോ ഗൂഗിളോ അംഗീകരിക്കുന്നില്ല. കാരണം ഈ പ്ലാറ്റ്ഫോം ഒക്കെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ പലതരം അഡ്വർടൈസ്മെന്റുകൾക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ന്യൂഡിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഒരു അണ്ടർഗാർമെന്റ്സിന്റെ പരസ്യമായിരിക്കാം. അത് സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും അണ്ടർഗാർമെന്റ്സിന്റെ പരസ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ അണ്ടർഗാർമെന്റ്സ് തന്നെ കാണിക്കണം. അല്ലാതെ മുഴുവൻ ഡ്രസ്സ് ഇട്ടിട്ട് അതിനടിയിൽ അണ്ടർഗാർമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊന്നും ന്യൂഡിറ്റിയിൽ അവരുടെ നിയമത്തിന് വിധേയമല്ല. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം, കൊച്ചുകുട്ടികൾ യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ, അവരുടെ മുമ്പിൽ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ അസഭ്യ പ്രദർശനം നടത്തുന്നു. ഇതിന് പറയാനുള്ള ഒറ്റൊരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റ ആയാലും ഗൂഗിൾ ആയാലും അതിനകത്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ 16 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് നിയമം. അതായത് മെറ്റയുടെ മദർലാൻഡിലെ പ്രായപൂർത്തിയാകുന്ന ഏജാണ് 16 വയസ്സെന്ന് പറയുന്നത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ചെയ്യാൻ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് അവരുടെ ഏജ് കള്ളത്തരം കൊടുത്താണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? പ്രായപൂർത്തിയാവാത്തവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വാഹനം കൊടുത്തു വിടുമോ? നമുക്ക് നിയമമുണ്ട്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. വാഹനം ഓടിക്കാൻ പാടില്ല. നിങ്ങളുടെ കുട്ടികളെ അറിഞ്ഞുകൊണ്ട് വണ്ടി കൊടുത്തു വിടുമോ? ഒരിക്കലും ചെയ്യില്ല. കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ വീട്ടിലിരിക്കണ കത്തി, കൊടുവാൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മൾ തേങ്ങ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം, പല നാട്ടിൽ പല പേരാണല്ലോ പറയുക. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുമോ?
ഇതൊന്നും നിങ്ങൾ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കണ്ടന്റ്സും, സോഷ്യൽ മീഡിയ മാത്രമല്ല, ഈ സ്മാർട്ട് ഫോണിൽ ഇപ്പോ പലതരം പ്ലാറ്റ്ഫോമുകളുണ്ട്. സോഷ്യൽ മീഡിയ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് വരുന്ന പല കണ്ടന്റ്സിനകത്ത് മുകളിൽ 16+ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യാനോ കാണാനോ ഉള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് തെറ്റുകാരൻ നിങ്ങൾ മാത്രമാണ്. അതിനകത്ത് കണ്ടന്റ് ഇടുന്നവരല്ല, നിങ്ങളാണ് തെറ്റുകാർ. സ്വയം വീട്ടിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റുള്ളവരെ പഴി ചാരുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്നല്ല, ആർക്കും തോന്നുന്നില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് വേണ്ട, നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠന കാര്യത്തിന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചേ മതിയാവും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചേ മതിയാവും എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചൈൽഡ് ലോക്ക് എന്നൊരു സാധനമുണ്ട്, ഒരു ആപ്പാണത്. ആ ചൈൽഡ് ലോക്ക് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതെ നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ എന്തൊക്കെ കാണുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അത് ലോക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ, വീണ്ടും ഞാൻ പറയുന്നു, സോഷ്യൽ മീഡിയ നിങ്ങളുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. 16 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് സോഷ്യൽ മീഡിയ. 16 വയസ്സ് കഴിയുന്ന കുട്ടികൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ശരി എന്താണ് തെറ്റെന്താണെന്നൊക്കെ മനസ്സിലാവും. അപ്പൊ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ ഞാൻ അടുത്ത ദിവസം 1-2 കാര്യങ്ങൾ പറയാം. അപ്പൊ അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നീ ആരാ, അവളാരാ, മറ്റേതാരാ, എന്റെ ഫോണിൽ എന്തിനു കൊണ്ടിട്ടു എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഒരു റിപ്ലൈ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം പറയാം, എന്നെ പൊങ്കാല ഇടാൻ വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഇടാറായിരുന്നു പതിവ്. പോസ്റ്റ് ഇട്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്റെ സുഹൃത്തുക്കളും കാണും, അവർക്കറിയാം ഞാൻ ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇടുമെന്ന്. പക്ഷെ ഈ വീഡിയോ എനിക്ക് ഇടണം എന്ന് തോന്നി. ഒരുപാട് നാളായി ഈ ആളുകളോട് സംസാരിച്ചും പറഞ്ഞും കമന്റ്സ് ഇട്ടിട്ടും മടുത്തു. പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടി ആയിട്ട്, ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കെങ്കിലും ഉള്ള ഒരു മറുപടി ആയിട്ട്, ഒരു കാണുന്നവർക്കുള്ള ഒരു എന്താ പറയാ, ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ, സോഷ്യൽ മീഡിയ എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോ ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നാളെ വരും. കാരണം എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പോ താങ്ക് യു, ബൈ ബൈ.